അതിവിടെ എല്ലാം വളരെ സുവ്യക്തമല്ലേ. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൻ്റെ അകത്ത് രാജീവ് ചന്ദ്രശേഖർ വന്ന് കയറി അദ്ദേഹം ബിസിനസ് ചെയ്യല്ലേ. ആർക്കതിൽ സംശയം? എല്ലാവരും അറിഞ്ഞതല്ലേ അത്. അതിൽ വളരെ സീക്രസി ഒന്നുമില്ലല്ലോ. ഇറ്റ് ഈസ് പബ്ലിക് ന്യൂസ്. സ്വാഭാവികമായിട്ടും ഒരു ബന്ധം ഉണ്ടാവില്ലേ? ബന്ധമില്ലാതെ ഒരാൾ ഒരു കച്ചവടം ബിസിനസ് കച്ചവടക്കാരനായാൽ തന്നെ ബന്ധം വന്നില്ലേ? അത് രാഷ്ട്രീയത്തിലേക്ക് വ്യാപിക്കില്ലേ? അതിനെന്താ സംശയം? ജയരാജന് ഇതിൻ്റെ അകത്ത് നല്ല റോളുണ്ട്. CPM-നെ BJP-യുമായി അടുപ്പിക്കുന്ന കാര്യത്തിൽ നല്ല ബന്ധം, നല്ല സ്വാധീനം ജയരാജനുണ്ട്. അത് സത്യമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എഫക്റ്റ് ചെയ്യാൻ കേരളത്തിൽ നടക്കില്ല ഒന്നും. കേരളത്തിലെ ജനങ്ങൾക്ക് അതൊക്കെ നന്നായി അറിയാം. കൂട്ടുകച്ചവടത്തെക്കുറിച്ചൊക്കെ നന്നായി അറിയുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ. അതുകൊണ്ട് ഇവിടെ നമുക്ക് വിഷയങ്ങളൊന്നുമില്ല. ഇവിടെ ഇപ്പം ജയരാജൻ എന്ത് കളിച്ചാലും ജയരാജൻ ഉണ്ടാക്കാൻ സാധിക്കുന്ന രാഷ്ട്രീയ നേട്ടം വളരെ പരിമിതമാണ് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അവർക്കും അതറിയാം. ജയരാജൻ അത് പൂർണ്ണമായും ഇങ്ങനൊരു ബന്ധവുമില്ല എന്നുള്ള കാര്യം നിഷേധിച്ചിട്ടുണ്ട്. നിഷേധിക്കുന്നതിന് എന്താ? 2 വാക്ക് പറഞ്ഞാൽ നിഷേധമായില്ലേ? പക്ഷേ ഇൻ പ്രാക്ടീസ് എവിടെയാണ് നിഷേധിച്ചതെന്നുള്ളതാണ് ചോദ്യം. ഞാൻ BJP-യും CPM-ഉം തമ്മിലുള്ള ബിസിനസ്സിൻ്റെ ഇടനിലക്കാരൻ EP ജയരാജനാണ്. അതൊരു വിഷയത്തിലൊന്നുമല്ല. ഞാൻ ചോദിക്കട്ടെ, ഇടനില ബിസിനസ് ഇല്ലായിരുന്നുവെങ്കിൽ പിണറായി വിജയൻ ഇവിടെ ഇറങ്ങി നടക്കുമോ? എന്നോ ജയിലിൽ പോണ്ടേ? SNC ലാവലിൻ കേസിലെ ജഡ്ജ്മെൻ്റ് എടുത്താൽ പിറ്റേന്നാൾ ജയിലിലല്ലേ? ഇവിടെ എത്ര കേസുണ്ട്? ED-യുടെ കേസ്. ആ കേസൊക്കെ എടുത്താൽ പിണറായി വിജയൻ എപ്പോൾ ജയിലിൽ പോകണം? ശിവശങ്കരൻ ജയിലിൽ പോയില്ലേ? എന്തേ പിണറായി പോകാത്തത്? അപ്പോൾ അതിനൊക്കെ ഇടനില എന്ന് പറയുന്നത് ഒരാളുണ്ട് എന്നുള്ള കാര്യം ഉറപ്പല്ലേ? അത് ജയരാജനാണിപ്പോൾ. ബിസിനസ്സിൽ മാത്രമല്ല രാഷ്ട്രീയത്തിലും ഈ കൂട്ടുകച്ചവടം ഉണ്ട് എന്നുള്ളത് തന്നെ. ബിസിനസ്സിൽ മാത്രമല്ല രാഷ്ട്രീയത്തിലും ഈ കൂട്ടുകച്ചവടം രാഷ്ട്രീയത്തിൽ ഞാൻ പറഞ്ഞത് ഇനി റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. ഞാൻ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിലെ വരെ ആവർത്തനം വേണ്ട. തിരുവനന്തപുരത്തും ആറ്റിങ്ങലും അടക്കം മികച്ച സ്ഥാനാർത്ഥികളാണ് BJP എന്നൊരു പരാമർശം കൂടിയാണ് EP ജയരാജൻ നടത്തിയിരിക്കുന്നത്. പല മണ്ഡലങ്ങളിലും LDF BJP മത്സരമാണെന്നും പറയുന്നു. അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിയെ കുറിച്ച് അദ്ദേഹം നല്ലത് പറയണ്ടേ? അത് സ്വാഭാവികമല്ല. അതിൻ്റെ ഒരു അത്ഭുതം. അതുകൊണ്ട് ജനങ്ങൾ പറയണമെന്നില്ലല്ലോ. ജനങ്ങളാ നിശ്ചയിക്കേണ്ടത്. EP ജയരാജനോ കേസുകാരനോ അല്ല, പബ്ലിക്. അതവർ തീരുമാനിക്കട്ടെ. BJP-യുടെ വോട്ട് നിർണായകമാവോ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ? നിർണായകമാവോ BJP-യുടെ വോട്ട്? ഏത് വോട്ട്? BJP പിടിക്കുന്ന വോട്ട് നിർണായകമാകാൻ സാധ്യത? കേരളത്തിൽ ഞങ്ങൾക്ക് യാതൊരു വിശ്വാസവും ഇല്ല നിർണായകമാകും എന്ന്. പക്ഷെ അവരുടെ സാധ്യത ഉണ്ടാകാം. അതെനിക്കറിയില്ല. അതിപ്പോ ഇന്നലെ CK പത്മനാഭൻ പറഞ്ഞത് അടുത്തത് ചാണ്ടി ഉമ്മൻ എന്നുള്ള രീതിയിൽ 2 മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ വന്നു. അടുത്തത് ചാണ്ടി ഉമ്മൻ ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് സ്വപ്നമാണ് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു.